വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് നെക്കിന് താഴേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഡിസൈനാണ്. അപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതിൽ ഉപയോഗിക്കുന്നത് 3 ഷെയ്ഡിലുള്ള ആങ്കർ ത്രെഡാണ്. ഇത് ഗ്രീനും പർപ്പിളും അതുപോലെ തന്നെ പിങ്കും. അപ്പോൾ ഈ ഒരു 3 ഷെയ്ഡിലുള്ള ആങ്കർ ത്രെഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആങ്കർ ത്രെഡ് 6 സ്ട്രാൻഡ്സിൽ കൊള്ളുന്ന ഏത് നീഡിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാനിത് അത്യാവശ്യം വലിയൊരു ഹോളുള്ള നീഡിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സൈസ് എത്രയാണെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഫസ്റ്റിന് നമ്മൾ ചെയ്തെടുക്കുന്നത് പർപ്പിൾ ഷെയ്ഡിലുള്ള ത്രെഡ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ത്രെഡ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഞാൻ ഈ ഒരു ക്ലോത്തിൽ സർക്കിൾസ് വരച്ചെടുത്തിട്ടുണ്ടല്ലോ, അതിൽ ഈ സെൻറ്ററിൽ 2 സർക്കിളാണ് ചെയ്തെടുക്കുന്നത്. അത് റിംഗ് നോട്ട് ഇട്ടിട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇതായി ഒരെണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് അടുത്തതും കൂടെ ഒന്ന് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണ് കേട്ടോ ഈ റിംഗ് നോട്ട് എന്ന് പറയുന്നത്. ഇത് ഒരു പ്രാവശ്യം നീഡിൽ ചുറ്റിയെടുത്തിട്ടാണ് ഞാൻ റിംഗ് നോട്ട് ചെയ്തെടുക്കുന്നത്. നമുക്കൊരു പ്രാവശ്യം വേണമെങ്കിലും 2 പ്രാവശ്യം വേണമെങ്കിലും ചുറ്റിയെടുക്കാൻ പറ്റും. ഇത് 2 ലെയറായിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രാവശ്യം ചുറ്റിയെടുത്താൽ മതി. ഫസ്റ്റ് നമ്മൾ ആ സർക്കിൾ വരച്ചിട്ടുണ്ടല്ലോ, ആ സർക്കിളിൽ കൂടെ നീഡിൽ പുറത്തേക്ക് എടുത്തിട്ടാണ് നമ്മൾ റിംഗ് നോട്ട് ചെയ്തെടുക്കുന്നത്. ഒരു പ്രാവശ്യം ചുറ്റിയെടുത്തിട്ട് ആ ഒരു നീഡിൽ പുറത്തേക്ക് എടുത്ത ആ ഒരു പോർഷൻ തന്നെ നമ്മൾ താഴേക്ക് ഇറക്കുകയാണ് ചെയ്യാം. അപ്പോൾ ഇതാ ഈ ഒരു നന്നായിട്ട് വലിക്കാണ്ടിരിക്കുക. നന്നായിട്ട് വലിക്കുകയാണെങ്കിൽ ഇത് ഫ്രഞ്ച് നോട്ടായി പോവും. ഇതൊരു അധികം വലിക്കാണ്ട് വരുമ്പോൾ നമുക്കിത് റിംഗ് നോട്ടായിട്ട് കിട്ടും. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിസൈനാണ്. നമ്മൾ ഒരു ലെയർ ഫ്ലവറൊക്കെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 2 പ്രാവശ്യം നീഡിൽ ചുറ്റിയെടുത്തിട്ടുള്ള റിംഗ് നോട്ട് ചെയ്യുന്നതായിരിക്കും ഭംഗി വരിക. അപ്പോൾ നമുക്ക് ആ ഒരു റിങ്ങിൻ്റെ ഉള്ളിൽ വരുന്ന ആ ഒരു ഗ്യാപ്പ് ഏകദേശം ഒന്ന് ഫില്ലായി കിട്ടും 2 പ്രാവശ്യം നീഡിൽ ചുറ്റിയെടുക്കുകയാണെങ്കിൽ. ഇപ്പോൾ ഇത് ഒരു പ്രാവശ്യം ചുറ്റിയെടുത്താൽ മതി. ഇത് നമ്മൾ നീഡിൽ ത്രെഡ് ചുറ്റുമ്പോൾ 2 സൈഡിലേക്കും ചുറ്റുന്നുണ്ട്. അത് നമുക്ക് ഏതൊരു പൊസിഷനിലേക്കാണ് ആ ഒരു അതിൻ്റെ കെട്ട് വേണ്ടത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ അത് ചുറ്റുന്നത്. നമുക്കിതിൽ കുറച്ച് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഒന്ന് നമുക്ക് ഫസ്റ്റ് റൗണ്ട് ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഈ ഒരു ഫ്ലവറിൻ്റെ ഫസ്റ്റ് ലെയർ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് 2ാമത്തെ ലെയറും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു കെട്ട് കൊടുത്ത് ഓരോ റിംഗ് നോട്ടിൻ്റെയും കെട്ടുണ്ടല്ലോ അതിൻ്റെ കുറച്ച് താഴെയായിട്ടാണ് നമുക്ക് അടുത്ത റിംഗ് നോട്ട് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒന്നുകൂടെ ഈ ഓരോ റിംഗ് നോട്ടിൻ്റെയും മുകളിലേക്കായിട്ട് വരും അടുത്ത റിംഗ് നോട്ട്. ഈ ഒരു രീതിയിൽ ഇപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തല്ലോ, ഈ ഒരു രീതിയിൽ നമുക്ക് അടുത്ത ലെയറും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. റിംഗ് നോട്ട് ഈ ഒരു ഫ്ലവർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ റിംഗ് നോട്ട് ഏറ്റവും പുറത്തത്തെ ലെയറാണ് ഫസ്റ്റ് ചെയ്യുക കേട്ടോ. ഉള്ളിലെ ലെയർ അല്ല ചെയ്യുക. ഫസ്റ്റ് പുറത്തിലെ ലെയർ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് സെക്കൻഡ് ലെയർ ചെയ്തു വരിക. നമുക്ക് ഒന്നുകൂടി വലിയ ഫ്ലവറൊക്കെയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് ആ സർക്കിളിൻ്റെ വലുപ്പം ഒന്നും കൂടെ കൂട്ടിയിട്ട് നമുക്കൊരു 3 ലെയറും 4 ലെയറും എല്ലാം ചെയ്യാൻ പറ്റും. ഞാനിവിടെ 2 ലെയർ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ 2 ലെയറും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഈ ഒരു വൈറ്റ് പേൾ നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് നോർമൽ സ്വിങ് ത്രെഡ് ഉണ്ടല്ലോ, നമ്മൾ മെഷീൻ ത്രെഡൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ നമ്മുടെ ആ ഒരു ഫ്ലവറിൻ്റെ ഷെയ്ഡിന് ത്രെഡ് വേണമെങ്കിൽ എടുക്കാം. അതല്ലെങ്കിൽ ഇവിടെ വൈറ്റ് പേൾ ആയതുകൊണ്ട് നമുക്ക് വൈറ്റ് കളർ ത്രെഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ ആ ഒരു വർക്കിൻ്റെ സെയിം കളർ ത്രെഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ഈ 2 ഫ്ലവർ സർക്കിൾസ് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ടല്ലോ, ഇതിലെല്ലാം ഈ ഒരു ഷെയ്ഡിലുള്ള ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. സെയിം ഫ്ലവർ തന്നെയാണ്. ഇപ്പോൾ ഇതും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലും നമുക്ക് ആ ഒരു വൈറ്റ് പേളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഈ ഗോൾഡൻ ഷെയ്ഡിലുള്ള കട്ട് ബീഡ്സ് ആണ്. ഇത് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ ചുറ്റും ഞാൻ സ്റ്റെംസും അതുപോലെ ലീവ്സ് എല്ലാം വരച്ചെടുത്തിട്ടുണ്ട്. ഈ സ്റ്റെംസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ആ ഒരു കട്ട് ബീഡ്സ് ഉപയോഗിച്ചിട്ടാണ്.
അപ്പോൾ എങ്ങനെയാണ് ബീഡ്സ് നോർമൽ നീഡിൽ ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് ഞാനിതിൽ കാണിച്ചിട്ടുണ്ട് മുന്നേ. അപ്പോൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം 5 or 6 ബീഡ്സിനെ നമ്മൾ ത്രെഡിൽ കോർത്തെടുത്തിട്ട് ഇതുപോലൊരു സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം. പിന്നെ നമുക്ക് അതിൻ്റെ ഇടയിൽ ഓരോ കെട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് അവിടെ നല്ല രീതിയിൽ ഫിക്സ് ആയി കിട്ടും. ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു ലൈനിനെ കംപ്ലീറ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഈ സ്റ്റെമ്മിനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഫ്ലവേഴ്സ് സ്റ്റിച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഗ്രീൻ ഷെയ്ഡിലുള്ള ത്രെഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് 3 strandsലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് അത്ര ഒരു പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല ഈ ലീവ്സിനെ. അതുകൊണ്ട് തന്നെ 3 strandsലാണ് എടുത്തിട്ടുള്ളത്. 2 strandsോ 3 strandsോ ഒക്കെ മതി. അതിനെക്കാട്ടിലും കൂടുതൽ അത് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഫിഷ് ബോൺ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഇത് ലീവ്സിനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ഈ ഒരു ലീഫ് പോലെ അടുത്ത 2 ലീഫും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സെയിം മെത്തേഡ് തന്നെയാണ്, ഫിഷ് ബോൺ സ്റ്റിച്ച് തന്നെയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ലീവ്സ് കംപ്ലീറ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതാ ലീവ്സിനെ കംപ്ലീറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ ഈ ഒരു സ്റ്റെമ്മും ലീവ്സും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് അടുത്ത എല്ലാ സ്റ്റെമ്മും ലീവ്സും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഈ ചുറ്റുമുള്ളത് ഇത് നമ്മൾ നെക്കിന് താഴെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഇതാ ഇതുപോലെയാണ് നമ്മുടെ ഡിസൈൻ വരുന്നത്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിസൈനാണ് കേട്ടോ. ഫ്രഞ്ച് നോട്ട് അറിയുന്ന ആൾക്കാർക്ക് റിംഗ് നോട്ടും ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക്